കഴിഞ്ഞ മാസം വന്ന ഒരു പ്രശ്നമാണിത്. മുഹറം 10 സംബന്ധിച്ച ഹദീസുകളിൽ തിരുനബിയുടെ അവസാന കാലത്ത് ജൂതരും ക്രിസ്ത്യാനികളും ഈ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതായി അവിടത്തോട് പറയപ്പെടുന്നതായി ഉണ്ട്. ആശൂറ അറബികളുടെ മാസമായ മുഹറത്തിലെ 10-ാം ദിനമല്ലേ? ഇതെങ്ങനെ ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും വിശേഷമാകും? ജൂതർ 5000 കൊല്ലമായി തുടരുന്ന കലണ്ടറിലെ ആദ്യ മാസത്തിലെ 10-ാം ദിനം വിശേഷ ദിനമാണെങ്കിലും മൂസാ നബിയുടെ പുറപ്പാട് ദിവസമായി അവരതിനെ കാണുന്നില്ലെന്നും ചിലർ ഉന്നയിക്കുന്നു. ക്രൈസ്തവർക്ക് എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്താവുന്ന ഒരു സംഭവം കാണുന്നുമില്ല. എങ്ങനെയാണിത് മനസ്സിലാക്കേണ്ടത്? കുറെ തെറ്റിദ്ധാരണകളുണ്ട്. അള്ളാഹുവിന്റെ റസൂല് മദീനത്ത് ഹിജറ വന്ന തൊട്ടടുത്ത് വരുന്ന മുഹറത്തിൽ തന്നെ മുഹറം 10-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ ജൂതന്മാരെ നോമ്പ് നോൽക്കുന്നവരായിട്ട് കാണുകയാണ്. ഇത് മദീനത്ത് വരുന്ന ആദ്യം തന്നെ, അവസാനത്തിലല്ല, അവസാന വർഷത്തിൽ വരുന്നുമല്ല. അവസാന വർഷത്തിലാണ് ഇല്ല അസൂമന്നത്താസി 9 നോൻപ് നോൽക്കുന്നത് അവസാനത്തെ വർഷത്തിലാണ്. ഈ കാണുന്നത് മക്കയിൽ നിന്ന് നബിതങ്ങൾ ഹിജറ വരുന്ന ആദ്യത്തിൽ തന്നെ വരുന്ന മുഹറം ഏതാണോ ആ മുഹറമിന്റെ 10-ന് അവർ നോമ്പനുഷ്ഠിക്കുന്നവരായിട്ട് കാണാണ്. ആയിഷാ ബീവിയുടെ റിപ്പോർട്ട് പ്രകാരം നബിതങ്ങൾ മക്കയിൽ വെച്ച് തന്നെ മുഹറം 10 നോൽക്കുന്നവരാണ്. ജാഹിലിയത്തിൽ അറബികൾ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നവരാണ്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യപ്രകാരമോ മറ്റോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജലപ്രളയത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി മോമിനീങ്ങൾക്കും നൂഹ് നബിക്കും ഉണ്ടാക്കപ്പെട്ട കപ്പൽ പ്രളയം അവസാനിച്ച് ജൂതി പർവ്വതത്തിന്റെ മേൽ നങ്കൂരമിട്ട ദിനം എന്ന് കരുതിക്കൊണ്ട് നൂഹ് നബിക്ക് ശേഷമുള്ള സമൂഹങ്ങളിലൊക്കെയും ഈ മുഹറം 10-നെ ആദരിക്കുന്ന വഴക്കമുണ്ട് അറിയുന്നിടത്ത്. മുഹറം 10 എന്ന് പറയട്ടെ, മുഹറം എന്ന് പറയട്ടെ, അതൊരു ദിവസം നോക്കിയിട്ട് ആ ദിവസത്തെയാണ് പറയാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറബികളുടെ പാരമ്പര്യപ്രകാരം മക്കയിൽ വെച്ച് മുഹറം 10 നോമ്പനുഷ്ഠിച്ചിരുന്നതാണ് ആയിഷാ ബീവിയുടെയും മറ്റും റിപ്പോർട്ട്. ഇല്ലെന്ന് പറയുന്നവരുമുണ്ട്. അതെന്തായിരുന്നാലും മദീനയിലേക്ക് വരുമ്പോ മുഹറം 10 എന്ന് അറബികൾ കണക്ക് കൂട്ടുന്ന ആ നാളിൽ ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുകയാണ്. അപ്പൊ മുഹറം 10-ന് നോമ്പനുഷ്ഠിക്കുമ്പോ എന്തേ കാരണം എന്ന് ചോദിക്കുമ്പോൾ മൂസാ നബിയെയും മറ്റും ഫിറഔനിൽ നിന്നും മറ്റും രക്ഷപ്പെടുത്തിയത് ഈ ദിവസത്തിലാണ്. അതിനെ പ്രമാണിച്ച് ഞങ്ങൾ ഈ ദിവസത്തെ ആദരിക്കാറുണ്ട്. ഈ ദിവസത്തെ ആദരിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കാറുണ്ട്. പ്രത്യേകം ആഭരണങ്ങളും ഉടയാടുകളും ഒക്കെ അണിയിച്ചുകൊണ്ട് കുട്ടികളെ പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നൊക്കെ അവരിൽ നിന്ന് വിവരമറിയുകയാണ്. അപ്പൊ അവരോട് നബി പറയാണ്, മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ കാര്യത്തിനാണെങ്കിൽ അതിന് നന്ദി രേഖപ്പെടുത്താൻ നിങ്ങളെക്കാൾ അർഹർ ഞങ്ങളാണ്. കാരണം മൂസാ നബിയെ മൂസാ നബിയായി കണ്ട് മൂസാ നബിയുടെ ശരീഅത്ത് പോലത്തെ ശരീഅത്തുമായിട്ട് വന്നിട്ടുള്ള നബിയാണ് ഞാനും എൻ്റെ അനുയായികളുമാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തിനെയും മൂസാ നബി അലൈഹിസ്സലാമും മറ്റും ഇവിടെ സ്ഥാപിച്ച തൗഹീദിനെയും ഒക്കെ കൊണ്ടു നടക്കുന്നവർ. അതുകൊണ്ട് ഞങ്ങളാണ് അതിന് അവകാശപ്പെട്ടവർ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും നോമ്പനുഷ്ഠിച്ചു വന്നതാണ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും എല്ലാം ഉണ്ട്. ജൂതന്മാരെ ഏതെങ്കിലും ചില റിപ്പോർട്ടുകളിൽ ക്രിസ്ത്യാനികളെയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വല്ല ക്രിസ്ത്യാനികളും ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുണ്ടാകും. മദീനത്ത് ഒട്ടാകെ ക്രിസ്ത്യാനികളുടെ നാടല്ല. വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്നാണ് ക്രിസ്ത്യാനികൾ നബിയുടെ അടുത്ത് വരാറുള്ളത്. നജറാനിൽ നിന്നോ മറ്റൊക്കെ വന്ന ക്രിസ്ത്യാനികളുമായിട്ടാണ് നബിതങ്ങൾ ബന്ധപ്പെട്ടത്. മദീനത്ത് ക്രിസ്ത്യാനികളുടെ നാടല്ല. ഏതെങ്കിലും റിപ്പോർട്ടിൽ നസാറ എന്നുണ്ടെങ്കിൽ ജൂതന്മാരുടെ ആ ദിവസം നോക്കി മൂസാ നബിയും മൂസാ നബിയുടെ നിയമങ്ങളുമൊക്കെ പഴയ നിയമം എന്ന പേരിൽ അംഗീകരിക്കുന്നവരാണല്ലോ ക്രിസ്ത്യാനികൾ. അപ്പൊ മൂസാ നബിയുടെ ദിവസങ്ങളും മൂസാ നബിയുടെ രക്ഷാ ദിവസങ്ങളും എല്ലാം അവർക്കും കാര്യമുണ്ട് എന്നുള്ള നിലയിൽ പഴയ ബന്ധം വെച്ചുകൊണ്ട് ജൂതന്മാരോട് അനുകരിച്ചുകൊണ്ട് അനേകം കാര്യങ്ങൾ ജൂതന്മാരുടെ നിയമങ്ങൾ ക്രിസ്ത്യാനികൾ പാലിക്കുന്നതുണ്ട്. പഴയ നിയമങ്ങളുടെ ഉപയോഗിച്ച് പുതിയ നിയമമാണ് യേശുക്രിസ്തുവിന്റെ ഇങ്ങോട്ട് വരുന്ന, അതായത് ഇഞ്ചീലിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമം എന്നവർ പറയുന്നത്. തൗറാത്തിന്റെ നിയമങ്ങളും അവർക്ക് സ്വീകാര്യം തന്നെയാണ്. തോറ അവർ സ്വീകരിക്കുന്നതുമാണ്. അവരുടെ ബൈബിൾ തന്നെയാണ് തോറ. അപ്പൊ തോറയും ഇന്നത്തെ ബൈബിളല്ല ഇപ്പൊ സംസാരിക്കുന്നത്, ശരിയായ തൗറാത്തിനെ അനുകരിച്ചുകൊണ്ട് തന്നെ പോരുന്നവരുണ്ട്. അപ്പൊ ആ നിലക്ക് മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ നാളെന്ന നിലക്ക് ഒരു ദിവസം അവർ ആചരിക്കുമല്ലോ. ആ ദിവസം ആചരിക്കുമ്പോൾ മദീനത്ത് വന്ന ജൂതന്മാര് നൂറ്റാണ്ടുകളായി അവർ അറബ് മാസങ്ങൾ കണക്കൂട്ടി വരുന്നവരാ.
മറ്റേ കലണ്ടർ നോക്കുന്നവരല്ല അവർ. 5000 കൊല്ലത്തെ കലണ്ടർ ഉണ്ടെങ്കിലും ആ കലണ്ടർ പ്രകാരമുള്ള ദിവസം അറബികളായി മാറി അറബികളുടെ മാസങ്ങളിൽ ആചരിച്ചു വരുന്നവരാണ് മദീനത്തെ ജൂതന്മാർ. അതനുസരിച്ചുകൊണ്ട് മുഹറം 10-നെയാണ് അവർ ഈ ദിവസമായി കണക്കൂട്ടിണ്ടാവുക. അവരുടെ 5000 കൊല്ലത്തെ പഴക്കമുള്ള കലണ്ടറിലെ ദിനം മുഹറം 10-ന് വരാലോ. ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, അറബ് മാസം, അറബിന്റെ കണക്കിലുള്ള ഒരു മാസത്തിന് മറ്റ് സൗരവർഷങ്ങളിൽ നിന്ന് 8-10 ദിവസം ഒരു വർഷത്തിൽ കുറവുണ്ട് എന്നല്ലേ ഉള്ളൂ. അല്ലേ? 8-10 വർഷം കുറവുണ്ട് എന്നേ ഉള്ളൂ. 8-10 ദിവസം കുറവുണ്ട് എന്നേ ഉള്ളൂ. ഈ 8-10 ദിവസം കുറവുള്ളത് കണക്കൂട്ടിയാലും അവരുടെ കലണ്ടർ പ്രകാരം വരുന്ന സൗരവർഷത്തിനനുസരിച്ച് കൊണ്ട് നിബിതങ്ങൾ വരുന്ന ആ കാലത്ത് അവർ ആചരിച്ചത്, ആ വർഷത്തിൽ അവർ ആചരിച്ചത് മുഹറം 10-നാണെന്ന് വരാം. അല്ലെങ്കിൽ വർഷങ്ങളായി മുഹറം 10 എന്ന അറബ് ദിവസത്തെയാണ് അവർ മൂസാ നബിയെ രക്ഷപ്പെടുത്തിയ ദിവസമായി കണക്കുകൂട്ടിയെന്ന് വരാം. അറബി മാസങ്ങളാണ് ഇടപാടുകളിലൊക്കെ അവരാക്കുക. ഔസ് ഹസറജ് വിഭാഗം എന്ന അറബികളുമായിട്ട് ഇവർ ഇടപാട് നടത്തുമ്പോഴും മാസങ്ങളുടെ അവധി പറയുമ്പോഴും കടം കൊടുക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ ഇടപാട് നടത്തുമ്പോഴും ഒക്കെ അറബ് മാസപ്രകാരമാണ് അവർ കണക്കൂട്ടുക. കാരണം അറബികൾ അറബ് മാസമാണ് കണക്കൂട്ടുക. ഈ അറബ് മാസം കണക്കൂട്ടുന്ന അറബികളുടെ സംസ്കാരം തന്നെ മദീനത്ത് വന്ന് നൂറ്റാണ്ടുകളായി താമസിച്ചു കൊണ്ടിരിക്കുന്ന ജൂതന്മാർ ആചരിച്ചു വരികയാണ്. ആ ആചാരപ്രകാരം അവർ മുഹറം 10-ന് മൂസാ നബിയുടെ ദിവസമായി കാണുകയും മൂസാ നബിയെ രക്ഷപ്പെടുത്തിയ ദിവസം എന്ന നിലക്ക് ആദരിക്കുകയും ചെയ്യുന്നു എന്ന് ശരിക്കും വരാമല്ലോ. ആ വിവരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നത്. അതനുസരിച്ച് നബി തങ്ങൾ ആ ദിവസത്തിന്റെ മാഹാത്മ്യം പ്രത്യേകം സ്വഹാബാക്കളെ പഠിപ്പിച്ചു. അതുമാത്രമല്ല, നൂഹ് നബിയെ രക്ഷപ്പെടുത്തിയതും അനേകം അമ്പിയാക്കന്മാർക്ക് പല വിധത്തിലുള്ള രക്ഷകളും പലവിധ സഹായങ്ങളും അള്ളാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയതും അങ്ങനെയാണെന്ന് നമ്മുടെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും ചരിത്രത്തിലൊക്കെ വിവരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയ ദിനവും അറബ് കണക്ക് പ്രകാരം വരികയാണെങ്കിൽ മുഹറം 10-ന് തന്നെയാണ് അതിന് കണക്കൂട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അത് 5000 കൊല്ലത്തെ കലണ്ടർ പ്രകാരം അവർ കണക്ക് വെച്ച് അറബ് മാസത്തെ ക്ലിപ്തപ്പെടുത്തിയത് മുഹറം 10-ന് എന്നതായിരിക്കും.